ഏതാ രണ്ട് കാര്യങ്ങൾ നബി ഒന്നിച്ച് പറഞ്ഞത്? ഒന്ന് നാവിനെയും ഗുഹ്യാവയവത്തെയും. എന്താ ഒന്നിച്ച് പറയാൻ കാരണം? മൈ യലുമനു ലീ മാ ബൈന ലിഹിയേഹി വമാ ബൈന ഫഖ്ദൈഹി അലുമനു ലഹുൽ ജന്ന. ഒരാൾ തൻ്റെ ഗുഹ്യസ്ഥാനത്തെയും നാവിനെയും സൂക്ഷിക്കുകയാണെങ്കിൽ അവന് സ്വർഗം തരാമെന്ന് ഞാൻ ജാമ്യം നിൽക്കാന്ന്. എന്താ ഈ രണ്ടിൻ്റെയും കാര്യം? ഞാൻ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒരു മനുഷ്യന് സത്യത്തിൽ ഈ വൈകാരികമായ കാര്യങ്ങൾ, പോൺ സൈറ്റുകൾ, അശ്ലീലങ്ങൾ കാണുക, ഈ കാണുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയൊക്കെ വായിൽ നോക്കി നടക്കുക, അതേപോലെ തന്നെ ആ ചിന്തകളുമായിട്ട് മാത്രം നടക്കുക, അത്തരം കാര്യങ്ങൾ മൊബൈൽ ഫോണിൽ കാണുക, അതിനെപ്പറ്റി ആലോചിച്ചും ചിന്തിച്ചും നടക്കുക, ഇതൊരു മനുഷ്യനെ എത്ര ചെയ്താലും മതിയാവാത്തൊരു കാര്യമാണ്. ഈ തിന്മ ചെയ്യുന്ന ആളുകൾക്ക് എത്ര ചെയ്താലും മതിയാവില്ല, അവരത് ചെയ്തു. അതേപോലെ ചെയ്യുമ്പോൾ മനുഷ്യന് ആസ്വാദനം കിട്ടുന്ന ഒന്നത്ര ഈ വർത്താനം. മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുമ്പോൾ ആ പറയുന്ന ആൾക്കാർക്ക് ഒരു ആസ്വാദനം കിട്ടുന്നുണ്ട് എന്നാണ്. അപ്പം എന്താ, ഒരു അവസരം തേടി നടക്കും അങ്ങനത്തെ ആൾക്കാർ. അവർക്കിതിങ്ങനെ പറയണം എന്നുള്ളതാണ്. ആൾക്കാരെ കുറിച്ച് എന്തെങ്കിലും പറയാ, കുറ്റം പറയാ, ആരെങ്കിലും ഒരു ഫോൺ നമ്പർ സംഘടിപ്പിച്ചിട്ട് വിളിച്ചിങ്ങനെ പറയാ, ആ പറയുമ്പോൾ അവർക്ക് അതിലൊരു ആസ്വാദനം ഉണ്ടെന്നാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ഏറ്റവും അടക്കി വെക്കാൻ പ്രയാസമുള്ള ആസ്വാദനങ്ങളായി രണ്ടെണ്ണം പറഞ്ഞതിൽ ഒന്നെന്താണ്? ഒന്ന് വൈകാരികതയാണ്, രണ്ടാമത്തെ നമ്മുടെ നാവാണ്. അതുകൊണ്ട് നമ്മുടെ സംസാരം പ്രധാനമാണ് സുഹൃത്തുക്കളെ.